എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏറ്റവും ബൃഹത്തായ ദേവാലയങ്ങളിൽ ഒന്നാണ് പറവൂർ കോട്ടക്കാവിലെ ഈ സെന്റ് തോമസ് ഫൊറോന ദേവാലയം. ബൃഹത്തായ പണി കൊണ്ടും പൗരാണികത കൊണ്ടും വളരെ മനോഹരമായൊരു ദേവാലയമായി ഇന്നും ഇത് സ്ഥിതി ചെയ്യുന്നു. 86 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേവാലയം എങ്ങനെ പണിതീർത്തുവെന്ന് ഇത് കാണാൻ വരുന്നവർ പലരും ആശ്ചര്യത്തോടെ പറയാറുണ്ട്. കാരണം അത്രമാത്രം മനോഹരവും ഒപ്പം തന്നെ പൗരാണികത ഉൾക്കൊള്ളുന്നതുമാണ് ഈ ദേവാലയത്തിൻ്റെ ശിലാപണികളും മറ്റെല്ലാ കാര്യങ്ങളും. അത് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മുഖവാരവും വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. ആഗ്രഹിച്ചതുപോലെ ഉയർത്തി പണിയാൻ സാധിച്ചില്ലെന്നാണ് ഇവിടെ പാരമ്പര്യമായിട്ട് പറഞ്ഞു കേൾക്കുന്നത്. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പില്ലറുകളുടെയും പണികൾ ഭാഗികമായിട്ട് പൂർത്തീകരിച്ച് നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എങ്കിലും ഇത് തന്നെ വളരെ വലിപ്പമാർന്നതായ മുഖവാരവും അതോടൊപ്പം തന്നെ മനോഹരമായ പണികളുമാണ് നമുക്ക് ഈ ദേവാലയത്തിൻ്റെ പ്രധാന ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ സൈഡിന് മുൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കപ്പേളയാണ് കുരിശ് കപ്പേള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പുരാതന വലിയ ദേവാലയത്തിന് തറക്കല്ലിട്ടത് 1911 ജൂൺ മാസം 21-ാം തീയതിയാണ്. അന്നത്തെ എറണാകുളം രൂപതയുടെ വികാരി അപ്പോസ്തോലിക്കയായിരുന്ന വലിയ ബഹുമാനപ്പെട്ട പഴയപറമ്പിൽ ലൂയിസ് മെത്രാനാണ് ഈ പള്ളിക്ക് കല്ലിട്ടതായിട്ട് ഇവിടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. 1911 ജൂൺ 21-ന് എറണാകുളം വികാരിയത്തിൻ്റെ പ്രഥമ വികാരി അപ്പസ്തോലിക്കയായ അത്രയും പെരിയ ബഹുമാനപ്പെട്ട പഴയപറമ്പിൽ മാർ ലൂയിസ് മെത്രാൻ അച്ഛൻ തിരുമനസ്സുകൊണ്ട് ശിലാസ്ഥാപനം നിർവഹിച്ചുവെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1911 ഇതിൻ്റെ തറക്കല്ലിട്ടെങ്കിലും ഇതിൻ്റെ അടിത്തറ പണി പൂർത്തിയാക്കി വർഷങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. കാരണം 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ പള്ളി പണി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നതുകൊണ്ട് വർഷങ്ങൾ ഈ പള്ളിയുടെ പണി പൂർത്തീകരിക്കാതെ കിടന്നു. പിന്നീടാണ് 1929 ഇതിൻ്റെ പണി പുനരാരംഭിക്കുകയും 38 അതിൻ്റെ പണി പൂർത്തീകരിച്ച് ഡിസംബർ 8-ാം തീയതി അന്നത്തെ മെത്രാപ്പൊലിത്തയായ എറണാകുളം മെത്രാപ്പൊലിത്തയായ മാർ അഗസ്റ്റിൻ കണ്ടത്തെ മെത്രാപ്പൊലിത്ത ഈ ദേവാലയം ആശീർവദിച്ച് പ്രതിഷ്ഠിക്കുകയും പ്രഥമനം 1912 സ്ഥാപിക്കപ്പെട്ടതാണ്. വളരെ മനോഹരവും അതോടൊപ്പം തന്നെ ഭാരതീയത ഉൾക്കൊള്ളുന്നതുമാണ് ഈ കൊടിമരങ്ങൾ. ദേവാലയങ്ങളുടെ പ്രധാന ഭാഗത്ത് മുൻഭാഗത്ത് കൊടിമരങ്ങൾ ഉയർത്തി അവിടെ പതാക ഉയർത്തുന്ന തിരുനാളുകൾക്ക് കൊടി കയറുന്നതും അതോടൊപ്പം തന്നെ പ്രധാന തിരുനാളുകളുടെ അവസരത്തിലും കൊടി ഉയർത്തി ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. മനോഹരമായ പ്രവേശന കവാടവും അതോടൊപ്പം തന്നെ ഭക്തിസാന്ദ്രമായ ദേവാലയ അന്തരീക്ഷവും ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്കെല്ലാം വളരെ കൗതുകകരമാണ്, ഒപ്പം തന്നെ അനുഗ്രഹദായകമായിട്ട് നിൽക്കുകയാണ്. വിശ്വാസികൾക്ക് ആ പഴമയുടെ അനുഭവങ്ങൾ പകരാനിലാണ് ഇതിൻ്റെ ഉൾഭാഗം ക്രമീകരണം നമ്മൾ പ്രവേശിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ 1938 പണി ചെയ്യപ്പെട്ട ദേവാലയത്തിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. മനോഹരമായ ദേവാലയം, ബൃഹത്തായ ദേവാലയം, വളരെ മനോഹരമായ അൾത്താര, ഇതെല്ലാം ഇതിൻ്റെ പ്രത്യേകതകളാണ്. ഒപ്പം തന്നെ 24 കൽത്തൂണുകളിലാണ് ഇത് പണിയപ്പെട്ടത്. കരിങ്കൽ തൂണുകളിലാണ് ഇത് പണിയപ്പെട്ടതെന്നതും ശ്രദ്ധേയമായൊരു കാര്യമാണ്. നമുക്ക് പള്ളിയുടെ അകത്തേക്ക് പ്രവേശിച്ചാൽ അതിൻ്റെ മനോഹാരിത കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നതാണ് ഈ ദേവാലയത്തിൻ്റെ ഉൾഭാഗം. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് കരിങ്കൽ തൂണുകളാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. 24 തൂണുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 86 വർഷങ്ങൾ മുമ്പ് കൈകൊണ്ട് കൊത്തിയെടുത്ത തൂണുകളാണിത്. അതിൻ്റെ സ്ലാബുകൾ അടുക്കി വെച്ചാണ് ഈ തൂണുണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് അൾത്താരയിലേക്ക് പോയാൽ മനോഹരമായിട്ടുള്ള അൾത്താരയും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പഴയ സിമെൻറ്റ് വർക്കാണിത്. യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല അതിൻ്റെ പഴമയ്ക്ക്. അന്ന് സിമെൻറ്റ് കൊണ്ട് ചാന്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഡിസൈനാണിത്. ഈ ഡിസൈൻ ഒരു പ്രത്യേക ആംഗിളിൽ ചെയ്തതായിട്ട് ആർക്കിടെക്ചർ പഠിക്കുന്ന കുട്ടികൾ വന്ന് പറയാറുണ്ട്. അത് പഠനത്തിന് വേണ്ടി വരാറുണ്ട്. ഇതിൻ്റെ ഡിസൈൻ
ഓരോ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ ഡിസൈനാണ് അത് കാണിക്കുന്നത്. കരിങ്കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്ന തൂണുകളാണ്. ഇത് പല സ്ലാബുകളാണ്. ഓരോ സ്ലാബുകൾ ഇങ്ങനെ അടുക്കി വെച്ചാണ് ഈ തൂൺ ഉണ്ടാക്കിയിട്ടുള്ളത്. എങ്കിലും 86 വർഷം മുമ്പ് കൈകൊണ്ട് കൊത്തി ഇപ്രകാരമുള്ള ബൃഹത്തായ തൂണുകൾ ഉണ്ടാക്കി എന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. 24 തൂണുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പള്ളിയുടെ മനോഹരമായ വലിയ അൾത്താരയാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ രൂപവും അതിന് 2 വശത്തായിട്ട് കാണുന്നത് ഗർവാസിസ് ആൻഡ് പ്രോത്താസിസ് വിശുദ്ധരുടെ രൂപങ്ങളാണ്. 2 രക്തസാക്ഷികളാണ്. അത് ഇരട്ട സഹോദരന്മാരാണ് അറിയപ്പെടുന്നത്. താഴത്തെ മാതാവിൻ്റെയും തോമാശ്ലീഹായുടെയും അതോടൊപ്പം ഔസേപിതാവിൻ്റെ രൂപങ്ങൾ കാണുന്നു. നിൽക്കുന്ന പത്രോസ് പൗലോസ് സ്ലീഹന്മാരാണ്. വലതുവശത്ത് കാണുന്ന പൗലോസ് സ്ലീഹായും ഇടതുവശത്ത് പത്രോസ് സ്ലീഹായുടെയും രൂപങ്ങളാണ് ആ കാണുന്നത്. ഇങ്ങേ വശത്ത് റാഫേൽ മാലാഹയുടെയും ഇടതുവശത്ത് മിഖായേൽ മാലാഹയുടെയും രൂപങ്ങൾ നമുക്ക് പ്രധാന അൾത്താരയിൽ കാണാനായിട്ട് സാധിക്കും. ഈ വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ടുള്ള പ്രധാന അൾത്താരയിൽ നമ്മൾ 12 കുരിശുകൾ കാണുന്നുണ്ട്. 12 കുരിശുകൾ 12 അപ്പസ്തോലന്മാരുടെ പ്രതീകമായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഏറ്റവും കേന്ദ്രമായിട്ട് ഈശോ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ യേശുവിൻ്റെ സാന്നിധ്യത്തിനാണ് ഈ അൾത്താര ഏറ്റവും കൂടുതൽ. ക്ലാസിയിൽ വരച്ചു വെച്ചിട്ടുള്ളത് മാർത്തോമാശ്ലീഹായുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളാണ്. തോമാശ്ലീഹ വന്നിറങ്ങുന്നതിൻ്റെ കപ്പൽ മാർഗ്ഗം വന്നിറങ്ങുന്നതിൻ്റെ ചിത്രം ഇവിടെ. അതിനുശേഷം നാടുവാഴിയായ രാജാവിനെ ദർശനത്തിന് എത്തുന്നതായിട്ടുള്ള രംഗം അത് യഹൂദരാണ് കൊണ്ടുവരുന്നത്. വേഷം കണ്ടാൽ അറിയാം. യഹൂദര് നാടുവാഴിയുടെ അടുത്ത് കൊണ്ടുവരുന്നു. നാടുവാഴിയുടെ അടുത്ത് വെച്ച് കൈ അറ്റുപോയൊരു ഭൃത്യൻ്റെ കൈ വെച്ച് പിടിപ്പിച്ച് അത്ഭുതം കാണിക്കുന്നതായിട്ട് കൈ വെച്ച് പിടിപ്പിക്കുന്നതായിട്ട് കാണുന്നു. അതൊക്കെ അവരുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ച ആളുകൾ വിശ്വാസത്തിലേക്ക് വരുത്തിയ സംഭവമാണ്. ഇത് ഈ ദേശവാസികളായ ആളുകളോട് തോമാശ്ലീഹ സുവിശേഷം പ്രസംഗിക്കുന്നതാണ്. ഇത് നമ്മൾ ആനയെ ഇളക്കി വിടുന്നു തോമാശ്ലീഹ കൊല്ലാനായിട്ട്. പക്ഷേ തോമാശ്ലീഹ ആനയെ ശാസിച്ച് ശാന്തമാക്കി തോമാശ്ലീഹ വന്ന് അവനെ സുഖപ്പെടുത്തുന്നതായ രംഗമാണ് ഈ കാണുന്നത്. ഇത് പിശാച് ബാധയിൽ നിന്ന് മോചിച്ച് സൗഖ്യപ്പെടുത്തുന്നതായിട്ടുള്ള രംഗമാണ്. തോമാശ്ലീഹ പിശാച് ബാധനെ മോചിക്കുന്നത്. ഇതാണ് മുമ്പ് ഞാൻ പറഞ്ഞതാണ്, കുളത്തിൽ വെച്ച് വെള്ളം ആകാശത്തിലേക്ക് ഇറങ്ങി വെള്ളം ആകാശത്തിൽ നിർത്തിയതിൻ്റെ ആ സംഭവമാണ്. അതാണ് അവരെ എല്ലാവരെയും വിശ്വസിപ്പിച്ചത്. കാരണം തോമാശ്ലീഹായുടെ ദൈവം വെള്ളം ആകാശത്തിൽ നിർത്താൻ മാത്രം കഴിവുള്ളവനാണെന്ന് ബോധ്യപ്പെടുത്തിയ സംഭവമായിരുന്നു ഇത്. ഈ കാണുന്നത് നാടുവാഴിയുടെ രാജാവിൻ്റെ അടുത്ത് പള്ളി പണിയാൻ തടി ചോദിച്ചു. അപ്പോൾ തോമാശ്ലീഹായോട് പറഞ്ഞ് തനിക്ക് വലിക്കാൻ പറ്റുന്ന തടി വെട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അപ്പോഴാണ് തോമാശ്ലീഹ ഏറ്റവും വലിയ തടി വെട്ടി ആ തടി വലിച്ചുകൊണ്ട് പോകുന്നതാണ്. എല്ലാവരും അതിശയിച്ച് നിൽക്കുകയാണ് ആ തടി ഒറ്റയ്ക്ക് വലിക്കുന്നത് കണ്ടിട്ട്. ഇത് രക്തസാക്ഷിത്വത്തിൻ്റെ അടയാളമാണ്. മൈലാപ്പൂരിലെ ചിന്നമലയിൽ വെച്ച് കുരിശിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് ആളുകൾ വന്ന് കുന്തം കൊണ്ട് കുത്തി തോമാശ്ലീഹ ശത്രുക്കൾ വന്ന് കുന്തം കൊണ്ട് കുത്തി രക്തസാക്ഷിത്വം കൈവരിച്ചത് തോമാശ്ലീഹ. യേശുവിനെ കണ്ടു തോമാശ്ലീഹ പറഞ്ഞിരുന്നത് അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ കാണുകയും അവൻ്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തപ്പെട്ട ആ വിലാവിൽ എൻ്റെ വിരലിടുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്നാണ് വാശി പിടിച്ചത്. പിന്നീട് ഈശോ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞത്, നിന്റെ വിരൽ കൊണ്ടുവന്ന് എൻ്റെ വിലാവിൽ ഇടുക, അങ്ങനെ നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. ആ തൊടാൻ പോകുന്ന രംഗമാണ് ഇവിടെ ആവിഷ്കരിച്ചത്. തോമാശ്ലീഹയുടെ ഓർമ്മയ്ക്കായി സ്ഥാപിക്കപ്പെട്ടുള്ള ഒരു തൂക്കുവിളക്കാണ്. തോമാശ്ലീഹയെ കൊല്ലാനായിട്ട് ആനയെ ഇളക്കി വിട്ടു. പക്ഷെ ആനയെ ശാന്തമാക്കി തോമാശ്ലീഹ ആനയുടെ പുറത്ത് കയറി തിരിച്ചു വന്നുവെന്നാണ് പരമ്പരാഗതമായൊരു വിശ്വാസം. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആനപ്പുറത്തെ വരുന്ന തോമാശ്ലീഹയുടെ ചിത്രം ഉണ്ടാക്കിയിട്ടുള്ള ഈ തൂക്കുവിളക്ക്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നാണ് തൂക്കുവിളക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. ദേവാലയത്തിലെ 2 സൈഡ് ഓൾട്ടറുകളാണ് ഉള്ളത്. ഒന്ന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്തുതിക്കായിട്ടുള്ളത്, ഒന്ന് പരിശുദ്ധ മാതാവിൻ്റെ സ്തുതിക്കായിട്ടുള്ളത്. പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇത് ഫാത്തിമയിലെ മാതാവിൻ്റെ രൂപമാണ് പ്രധാന പ്രതിഷ്ഠ. മുകളിൽ കാണുന്ന വേളാങ്കണ്ണി മാതാവിൻ്റെ പ്രതിഷ്ഠാ രൂപമാണ്. 2 വശത്തായിട്ട് ചവറ കുര്യാക്കോസ് പിതാവും വിശുദ്ധ അൽഫോൻസാമ്മയുടെയും തിരുസ്വരൂപങ്ങളാണ് ഇവിടെ ഉള്ളത്. അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം ഇവിടെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ ദേവാലയത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന കപ്പേളയാണിത്, സൈഡ് ഓൾട്ടർ. അവിടെ ഈശോയുടെ തിരുഹൃദയ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നു.
പഴയ ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന സക്കറാരിയാണ് പ്രവേശിച്ചിരിക്കുന്നത്. മനോഹരമായ ഈശോയുടെ തിരുഹൃദയ രൂപം ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്ന വിശ്വാസികൾ ഇവിടെ വന്ന് തിരുഹൃദയ രൂപത്തെ തൊട്ട് പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു. കോട്ടക്കാവിലെ ആദ്യ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടുത്തെ ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമാണത്. AD 52 കൊടുങ്ങല്ലൂരിൽ നവംബർ 21 മാർത്തോമാ ശ്ലീഹ കപ്പൽ മാർഗം വന്നെത്തിയതായിട്ടാണ് പാരമ്പര്യമായ വിശ്വാസം. അതിൻ്റെ കാരണം കേരളക്കരയുമായി, പ്രത്യേകിച്ച് കേരള തീരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു മുസീറിസ് തുറമുഖം. ഇന്നിപ്പോൾ ചരിത്ര സ്മാരകമായിട്ട് അത് നിലനിർത്തി പരിരക്ഷിക്കപ്പെടുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് അതിൽ. പക്ഷെ അതെല്ലാം സൂചിപ്പിക്കുന്നത് തോമാസ് ശ്ലീഹ ഇവിടെ വരാനുള്ള അത് ചരിത്രപരമായ കാരണവും ബന്ധവുമാണ്. തോമാസ് ശ്ലീഹ സ്ഥാപിച്ചതായ ദേവാലയത്തിലേക്കുള്ള കവാടമാണ് നമ്മൾ കാണുന്നത്. അതിലൂടെ നമുക്ക് ദേവാലയത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. ദേവാലയം പുതിയ പള്ളിയാണ്, അല്ലെങ്കിൽ വലിയ പള്ളിയാണ്. ഇത് പഴയ പള്ളിയാണ്. ആ പള്ളിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇതിൻ്റെ പഴമയിൽ വീണ്ടും ഇത് പുതുക്കി പണിയപ്പെട്ടതാണിത്. AD 52 പിതാവ് ഇവിടെ ആ കുരിശ് നാട്ടി ആരംഭിച്ചതായ ആദ്യത്തെ പള്ളി പിന്നീട് 9-ാം നൂറ്റാണ്ടിൽ മാർ സപ്പോർ ആൻഡ് അഫ്രോത്ത് എന്ന് പറയുന്ന 2 കൽദായ മെത്രാന്മാരുടെ ഭരണകാലത്ത് AD 825 മുതൽ അവരിവിടെ ഉണ്ടായിരുന്നു. അനേക വർഷങ്ങളുണ്ടായിരുന്നു. അവർ ഒത്തിരി ദേവാലയങ്ങൾ കേരളക്കരയിൽ പണിതു. അത് പ്രധാനപ്പെട്ടതാണ് ഉദയംപേരൂരുള്ള പള്ളി, അതോടെ അകപ്പറമ്പിലെ പള്ളി, ഓതന്നല്ലൂരത്തെ പള്ളി, പിന്നെ ഇവിടുത്തെ പള്ളി. കൽദായ മെത്രാന്മാർ കേരളക്കരയിൽ അനേക ദേവാലയങ്ങൾ പണിതു. പ്രധാനമായിട്ട് 5 ദേവാലയങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിലൊന്ന് കോട്ടക്കാവ് പള്ളിയാണ്. 9-ാം നൂറ്റാണ്ടിലാണ് അത് പണി ചെയ്യപ്പെട്ടത്. എക്സാക്റ്റ് ഡേറ്റ് നമുക്ക് അറിയാൻ പാടില്ല, എങ്കിലും 9-ാം നൂറ്റാണ്ടിൽ പണി ചെയ്യപ്പെട്ടുവെന്ന് രേഖകളിലുണ്ട്. മാത്രമല്ല അവരോടുള്ള സ്നേഹത്തെ പ്രതി ഈ ദേശത്തെ വിശ്വാസികൾ, പ്രത്യേകിച്ച് കോട്ടക്കാവിലെ വിശ്വാസികൾ, ഈ ദേവാലയത്തിൻ്റെ പേര് തന്നെ മാർ അഫ്രോത്ത് ആൻഡ് സപ്പോർ ദേവാലയം എന്ന പേരിലാക്കപ്പെട്ടു. ഉദയംപേരൂർ സൂനകദോസ് വരെ 1959 സൂനകദോസ് വരെ ഈ ദേവാലയത്തിൻ്റെ പേര് അവരുടെ പേര്, ആ മെത്രാന്മാരുടെ പേരിലായിരുന്നു. അതിൻ്റെ കാരണം ഈ ദേവാലയം അവരാണ് രണ്ടാമത് വലുതായിട്ട് പണിത് പൂർത്തീകരിച്ചത്. എന്നാൽ 1609 ഫ്രാൻസിസ് റോസ് മെത്രാപ്പോലിത്ത സുറിയാനിക്കാരുടെ ചുമതല, കൊടുങ്ങല്ലൂർ രൂപതയുടെ മെത്രാപ്പോലിത്തയായിരുന്ന ഫ്രാൻസിസ് റോസ് SJ മെത്രാപ്പോലിത്ത സാരഥ്യം ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ഉദയംപേരൂർ സൂനകദോസിന്റെ തീരുമാനപ്രകാരം ഇതിൻ്റെ പേര് ഗർവാസിസ് ആൻഡ് പ്രോത്താസിസ് എന്ന് പറയുന്ന ആ 2 വിശുദ്ധരുടെ പേരിലേക്ക് മാറ്റി സ്ഥാപിച്ചു. അവർ ഇരട്ടകളായിരുന്നു. മാർ സപ്പോറും അഫ്രോത്തും ഇരട്ടകളായിരുന്നു. അതുപോലെ തന്നെ അതിന് പകരമായി പാശ്ചാത്യ സഭ, ലത്തീൻ സഭയിലെ അല്ലെങ്കിൽ മിലാൻ സ്വദേശികളായ 2 രക്തസാക്ഷികളായ മാർ ഗർവാസിസ് ആൻഡ് പ്രോത്താസിസിൻ്റെ പേരിലേക്ക് 1609 മുതൽ ഈ ദേവാലയം മാറ്റപ്പെട്ടു. 20-ാം നൂറ്റാണ്ട് വരെ 1942 വീണ്ടും ഇത് സെൻറ്റ് തോമസ് ദേവാലയം എന്ന പേരിലേക്ക് തിരിച്ചു വന്നത്. അതുവരെ ഇത് മാർ ഗർവാസിസ് ആൻഡ് പ്രോത്താസിസ്, അല്ലെങ്കിൽ വിശുദ്ധ ഗർവാസിസ് ആൻഡ് പ്രോത്താസിസ് സഹദാമാരുടെ പേരിലായിരുന്നു ഈ ദേവാലയം അറിയപ്പെട്ടിരുന്നത്. മാത്രമല്ല അവരുടെ തിരുനാൾ എല്ലാ വർഷവും ഫെബ്രുവരി മാസം 2-ാം ഞായറാഴ്ചകൾ ഇവിടുത്തെ മാതാവിൻ്റെ തിരുനാളിനോടുകൂടി ഈ വിശുദ്ധരുടെ തിരുനാളും ഇടവകയിൽ ആചരിക്കപ്പെടുകയാണ്. മനോഹരമായ ഈ ദേവാലയം അതിൻ്റെ പഴമ സൂക്ഷിച്ചുകൊണ്ടാണ് പുനർനിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. 9-ാം നൂറ്റാണ്ടിൽ പുതുക്കി പണിതതായ ദേവാലയം 1308 3-ാം പ്രാവശ്യം പുതുക്കി പണിതു. 1789 ടിപ്പു സുൽത്താൻ്റെ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽപ്പെട്ട് ഭാഗ്യമായിട്ട് ഇത് നശിച്ചതുകൊണ്ട് 1790 ഈ ദേവാലയം പുതുക്കി പണിയപ്പെട്ടു. ആ ദേവാലയമാണ് 1964 വരെ ഈ പള്ളിയുടെ സ്ഥാനത്ത് നിലനിന്നിരുന്നത്. 1790 പണി ചെയ്യപ്പെട്ട ദേവാലയമാണ്, അല്ലെ 4ാമതായി പണിയപ്പെട്ട ദേവാലയമാണ് 1964 വരെ നിലനിന്നിരുന്നത്. 1964 അതിൻ്റെ മേൽക്കൂര ഇടിഞ്ഞു വീഴുകയും പിന്നീട് അതിൻ്റെ മുകൾ ഭാഗം പൊളിച്ചു കളയുകയും ചെയ്തു. അടിത്തറയോ അൾത്താരയ്ക്കോ ഒന്നും മാറ്റം വരുത്തിയില്ല.
പക്ഷേ അതിൻ്റെ മുഖവാരവും നിലനിർത്തി അടിത്തറയും ഭിത്തിയുടെ അരപ്പൊക്കത്തിലും നിലനിർത്തി ബാക്കിയെല്ലാം പൊളിച്ചു കളഞ്ഞു. നമുക്കത് കാണാൻ സാധിക്കും. ആ പള്ളിയുടെ അൾത്താരയുടെ വശം നോക്കിയാൽ പഴയ മേൽക്കൂരയുടെ ആ അടയാളങ്ങൾ അവിടെയുണ്ട്. അത്രയും ഉയരത്തിലായിരുന്നു ഈ പള്ളിയുടെ മേൽക്കൂര നിലനിന്നിരുന്നത്. അത് ഇടിഞ്ഞു വീണത് കേടുപറ്റിയത് കൊണ്ടാണ് അന്നത്തെ അച്ഛന്മാരത് പൊളിച്ചു നീക്കി പള്ളി സുരക്ഷിതമാക്കി. പഴയ ദേവാലയത്തിൻ്റെ അടിത്തറയും അതോടൊപ്പം തന്നെ ഫസൈഡ് എന്ന് വെച്ചാൽ മുഖവാരവും 1790 പണി ചെയ്യപ്പെട്ട ദേവാലയത്തിൻ്റെ മുഖവാരമാണ്. മേൽക്കൂരം പൊളിച്ചു മാറ്റിയെങ്കിലും ഭിത്തി അതിൻ്റെ അരപ്പൊക്കത്തിന് നിർത്തിയിരിക്കുകയായിരുന്നു. 2002 ഇത് വീണ്ടും നവീകരിച്ച് ഇപ്പോഴത്തെ കാണുന്ന രീതിയിലേക്ക് ആക്കിയതെങ്കിലും എൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ അൾത്താരയും യാതൊരു മാറ്റം വരാതെ 1790 പണിയപ്പെട്ട അതേ ശൈലിയിൽ തന്നെ അൾത്താര സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നു എന്നതും പ്രത്യേകതയാണ്. ഈ കാണുന്നത് ഈ പഴയ പള്ളിയുടെ ചുറ്റുമതിലാണ്. മാർത്തോമാശ്ലീഹ സ്ഥാപിച്ച ദേവാലയം ഇവിടെയാണ്. അതിൻ്റെ പ്രധാന കവാടമായിരുന്നു ഈ കാണുന്നത്. AD 52 മാർത്തോമാശ്ലീഹ സ്ഥാപിച്ച ദേവാലയത്തിൻ്റെ അല്ലെങ്കിൽ പള്ളിയുടെ, അന്നത്തെ ചെറിയ പള്ളി ആയിരിക്കണം, ആ പള്ളിയുടെ പ്രധാന കവാടമാണ് ഈ കാണുന്നത്. ഇത് മരത്തിൻ്റെ പലക കൊണ്ടുള്ള ഒരു കവാടമായിരുന്നു. അത് കേടുവന്നത് കൊണ്ട് ഇപ്പോൾ സിമെൻ്റ് ഇട്ട് കല്ല് കെട്ടി അടച്ചിരിക്കുകയാണ്. എന്നാൽ ഈ മതില് 1609 ഇവിടുത്തെ മെത്രാപ്പൊലിത്തയായിരുന്ന ഫ്രാൻസിസ് റോസ് മെത്രാപ്പൊലിത്ത പണി കഴിപ്പിച്ചതാണ് ഈ മതില്. അതേ സ്ഥാനത്ത് മാർത്തോമാശ്ലീഹ സ്ഥാപിച്ച ദേവാലയത്തിൻ്റെ ചുറ്റുമതിലിൻ്റെ അതേ സ്ഥാനത്ത് കുറച്ചുകൂടെ ഉയരം കൂട്ടി മനോഹരമായ അദ്ദേഹം പണി കഴിപ്പിച്ചു. കാരണം മെത്രാപ്പൊലിത്ത ഇവിടുത്തെ പള്ളിമുറിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഈ കാണുന്ന പള്ളിമുറി അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലമാണ്. 1609 മുതൽ 1624 വരെ കൊടുങ്ങല്ലൂർ രൂപതയുടെ മെത്രാപ്പൊലിത്തയായിരുന്ന ഫ്രാൻസിസ് റോസ് മെത്രാപ്പൊലിത്ത ഈ പള്ളിമുറിയിലാണ്, എൻ്റെ അങ്ങേയറ്റത്തെ മുറിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹം ഇവിടെ വെച്ച് തന്നെ മരിച്ചു. 1624 ഫെബ്രുവരി മാസം 18 ഞായറാഴ്ച രാത്രിയിലാണ് അദ്ദേഹം മരിച്ചത്. അതിൻ്റെ വിവരണം അദ്ദേഹത്തിൻ്റെ കല്ലറയിലിട്ടിരുന്ന സ്ലാബിൽ അന്നത്തെ വട്ടെഴുത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇവിടെയുണ്ട്. അദ്ദേഹം മരിച്ചടക്കം ചെയ്യപ്പെട്ട ഇത്രാം തീയതിയാണെന്ന് കൃത്യമായി അന്നത്തെ മലയാള വട്ടെഴുത്തായിരുന്നു. നമുക്കറിയാം, മലയാളം ഡെവലപ്പ് ചെയ്തിട്ടില്ല 400 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ശിലാഫലകം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നതാണ് ആ ശിലാഫലകം. കരിങ്കല്ലിൽ കൊത്തിയിരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കല്ലറയുടെ മുകളിൽ ഇട്ടിരുന്നതാണ്. ഇപ്പോൾ അത് പുതിയ സ്ലാബ് ഇട്ടപ്പോൾ അത് മാറ്റി ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. വട്ടെഴുത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ ട്രാൻസ്ലേഷനുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ചരിത്രം, 400 വർഷം പഴക്കമുള്ള ശിലാഫലകമാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. നമ്മൾ പള്ളിയുടെ അകത്ത് കയറുമ്പോൾ അതിൻ്റെ പ്രധാന അൾത്താരയിലാണ് ഫ്രാൻസിസ് റോസ് മെത്രാൻ്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത്. അതിൽ അങ്ങേയറ്റം വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കാലം അതിൻ്റെ പുറത്താണ് മാർത്തോമാശ്ലീഹ മാമോദിസ നൽകിയ കുളം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു അമ്പലക്കുളമായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. അങ്ങനെ കൃത്യമായ തെളിവുകളെങ്കിലും ആ മതിലിന് പുറത്താണ് ആ കുളം സ്ഥിതി ചെയ്യുന്നത്. അന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഹൈന്ദവ കുടുംബം ദാനമായിട്ട് പിതാവിന് നൽകിയ സ്ഥലമാണിത്. അവിടെയാണ് ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടതും. മാർത്തോമാശ്ലീഹ മാമോദിസ നൽകിയ കുളമാണിത്. ഇതിന് മനോഹരമായിട്ട് ചുറ്റുമതെല്ലാം കെട്ടി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ആ കുളത്തിനോടടുത്ത് ഒരു ആൽമരം ഉണ്ടായിരുന്നു. ആ ആൽമരത്തിൻ്റെ പ്രതീകമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഈ കുളത്തിൽ വെച്ചാണ് തോമാശ്ലീഹ ഹൈന്ദവ വിശ്വാസികൾ അവരുടെ സൂര്യ നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജലതർപ്പണം നടത്തുന്നതായ ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ തോമാശ്ലീഹ കരങ്ങൾ കൊണ്ട് വെള്ളം ആകാശത്തിലേക്ക് എറിയുകയും ആകാശത്തിൽ നിർത്തുകയും ചെയ്തു. ആ രൂപമാണ് ഇവിടെ കാണുന്നത്. അത് കണ്ടാണ് ഇവരെല്ലാവരും അത്ഭുതപ്പെടുന്നത്. കാരണം ആകാശത്തിൽ ഈ ജലം നിർത്താൻ മാത്രം കഴിവുള്ളൊരു ദൈവത്തെയാണ് തോമാശ്ലീഹ പ്രസംഗിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുകയും അവർ പിന്നീട് യേശുവിൽ വിശ്വസിച്ച് മാമോദിസ സ്വീകരിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു പ്രതീകമാണത്. മാമോദിസ നൽകുന്നതിൻ്റെ രൂപമാണ് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ കാണുന്നത്. തോമാശ്ലീഹ വിശ്വസിച്ചവർക്ക് സ്നാനം നൽകുന്നതായിരിക്കണം. ഇവിടെ വെച്ച് എല്ലാ വർഷവും ജൂലൈ 3-ാം തീയതി
മാർത്തോമാ ശ്ലീഹായുടെ മരണ തിരുനാൾ ദിവസം, ദുഹ്റാന തിരുനാൾ ദിവസം വിശ്വാസികൾ വന്ന് തങ്ങളുടെ വിശ്വാസ സമർപ്പണം അല്ലെ മാമോദീസ വ്രത നവീകരണം നടത്തി വീണ്ടും നവീകൃതരായി പോകുന്ന വിശുദ്ധമായൊരു പാരമ്പര്യമുണ്ട്. അത് ഇവിടുത്തെ വലിയൊരു ആചാരവും ഭക്താനുഷ്ഠാനവുമാണ്. ഒപ്പം തന്നെ ആളുകൾ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും രോഗശാന്തി നേടുകയും ചെയ്യുന്നതായിട്ടും സാക്ഷ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പഴയ ദേവാലയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ 1790 പണി ചെയ്യപ്പെട്ട ആ പഴയ ദേവാലയത്തിൻ്റെ മുഖവാരത്തിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. അതിന് വ്യത്യാസമൊന്നുമില്ല. അതിൻ്റെ പണികളെല്ലാം, അതിൻ്റെ അടിത്തറയും കല്ലറയും എല്ലാം ഇവിടെ കാണാം. അകഭാഗം കുറച്ചുകൂടി നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെയാണ് വിശുദ്ധ കുരിശ് തോമാ ശ്ലീഹ സ്ഥാപിച്ച കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെയാണ്. നമുക്കതിലേക്ക് പ്രവേശിക്കാം. ഇതാണ് ഫ്രാൻസിസ് റോസ് മെത്രാൻ്റെ ഖബറിടം. ഇവിടെ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദേവാലയത്തിലാണ് അദ്ദേഹം മരിച്ചടക്കം ചെയ്യുന്നത്. 1624 ഫെബ്രുവരി മാസം 18-ാം തീയതിയാണത്. മലയാള മാസം മകര ഞായർ ഇവിടെ എഴുതി കൃത്യമായിട്ട് വെച്ചിരിക്കുന്നുണ്ട്. ഇതാണ് ആ പട്ടെഴുത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ ട്രാൻസ്ലേഷനാണിത്. മാറാൻ ഈശോ മിശിഹ പിറന്നിട്ട് 1624 മകര ഞായർ നോമ്പ് തുടങ്ങുന്ന ഞായറാഴ്ച അസ്തമിച്ച് 8-ാം നാഴിക രാവു ചെന്നപ്പോൾ ശതമാന കത്തോലിക്ക അക്കലേച്ചയുടെ കുടുത്തിപ്പെട്ട മലങ്കര നസ്രാണികളുടെ മേൽപ്പട്ടക്കാരൻ ഫ്രാൻസിസ് റോസ് മെത്രാൻ കാലം ചെയ്തു എന്ന് ഇവിടെയാണ് അടക്കം ചെയ്യപ്പെടുന്നത്. ഇതിന് മാറ്റമൊന്നുമില്ല. ഇപ്പോഴും സോഷ്യൽ സ്ലാബ് മാത്രം പുതിയതാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ കാണുന്നതാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റെലീക്ക് അല്ലെ തിരുശേഷിപ്പ് എന്ന് പറയുന്നത്. തോമാ ശ്ലീഹ ഇവിടെ പള്ളി സ്ഥാപനത്തിന് തുടക്കമായിട്ട് നാട്ടിയതായ കരിങ്കല്ലിൽ കൊത്തിയ കുരിശാണത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ആ കരിങ്കല്ലിൽ കുരിശ് കൊത്തിയിരിക്കുന്നത്. പഴയ പേർഷ്യൻ കുരിശിൻ്റെ മോഡലാണ്. നമുക്കറിയാം ഈശോ മരിച്ചിട്ട് ഏതാണ്ട് 20 വർഷം കഴിഞ്ഞാണ് മാർത്തോമാ ശ്ലീഹ കേരളത്തിലേക്ക് വരുന്നത്. അക്കാലത്ത് കുരിശ് രൂപപ്പെട്ടു, പക്ഷേ സിമ്പിളായിട്ടുള്ളൊരു കുരിശാണ് രൂപപ്പെട്ടത്. കുരിശ് രൂപമല്ല, മറിച്ച് കുരിശിൻ്റെ ആകൃതിയാണ്. ശ്രദ്ധിച്ചാൽ അറിയാം അത് കൊത്തിയിരിക്കുന്നത്. ഇതൊരു മയിൽക്കുറ്റിയാണ്. 32 ഇഞ്ച് പൊക്കമുണ്ട് അത് അടി മുതൽ. സാധാരണ അക്കാലത്ത് മയിൽക്കുറ്റി ഉപയോഗിച്ചിരുന്നമേൽ കുരിശ് കൊത്തിയാണ് പിതാവ് അത് ഇവിടെ സ്ഥാപിച്ചത്. ഇവിടുത്തെ ഏറ്റവും പൂജ്യമായ തിരുശേഷിപ്പാണ്. ഇന്ന് ഈ ദേവാലയം നിത്യാരാധന ദേവാലയമായിട്ടാണ് സൂക്ഷിക്കപ്പെടുന്നത്. വിശ്വാസികൾക്ക് വന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ പറ്റവിധം നിത്യാരാധന രാവിലെ 6 മുതൽ 7 മണി വരെ ഇവിടെ ആരാധന നടക്കുന്നു. ഈ കാണുന്ന സീലിങ്ങും ഈ ഇത്രയും വർഷം പഴക്കമുള്ളതാണ്. 1790 കാലഘട്ടത്തിലെ സീലിംഗ് ആണ് ആ കാണുന്നത്. ഇതുകൊണ്ട് അന്നത്തെ ഓരോ കള്ളിയും ഓരോ ഡിസൈനാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രൂപമാണ് ഇവിടുത്തെ അത്ഭുത രൂപമായിട്ട് അറിയപ്പെടുന്നത്. മാർത്തോമാ ശ്ലീഹായുടെ ഏറ്റവും പഴക്കം ചെന്ന രൂപമാണിത്. എത്ര വർഷം പഴക്കമുണ്ടെന്ന് നമുക്ക് കൃത്യം അറിയില്ലെങ്കിലും 400 വർഷത്തോളം പഴക്കമുണ്ട്. ഫ്രാൻസിസ് റോസ് മെത്രാൻ്റെ കാലം മുതൽ ഈ രൂപം ഇവിടെയുണ്ട്. അതുകൊണ്ട് ആ തോമാ ശ്ലീഹായുടെ രൂപമാണ് ദുഹ്റാന തിരുനാളിൽ എഴുന്നള്ളിക്കപ്പെടുന്നതും പുതു ഞായറാഴ്ച പ്രദക്ഷിണത്തിന് ഉപയോഗിക്കുന്നത്. ഇവിടെ വന്നാണ് ആളുകൾ പ്രാർത്ഥിച്ച് മാർത്തോമാ ശ്ലീഹായുടെ മാധ്യസ്ഥം വഴി അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത്. പഴയ കാലത്തെ കുടുംബക്ഷേത്രങ്ങളുടെ ഒരു മോഡല് കുട്ടികൾക്കും വരുന്ന തീർത്ഥാടകർക്കും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതിലാണ് ഒരുപക്ഷെ അക്കാലത്ത് ഉണ്ടായിരുന്ന കുടുംബക്ഷേത്രങ്ങളുടെ ഒരു മോഡല് ഓർമ്മയ്ക്കായിട്ട് നമ്മളിവിടെ പണിതീർത്തിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് വിശുദ്ധ കുരിശ് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, കരിങ്കൽ കുരിശ് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ പൗരാണികത സൂക്ഷിക്കാൻ വേണ്ടി പണിതീർത്തതാണ് ഈ ഒരു മോഡലിലുള്ള കുരിശുപുര. ഇവിടെ ഇതിൻ്റെ അകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒരു കരിങ്കൽ കുരിശാണ്. തോമാ ശ്ലീഹ ആദ്യത്തെ ദേവാലയത്തിൽ കുരിശ് സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പ്രകാരം ഒരു കരിങ്കൽ കുരിശ് സ്ഥാപിച്ച് ഈ ഒരു കുരിശുപുര നിലനിർത്തിയിരിക്കുന്നത്. ഇവിടെ വന്നും വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു. ഈ കുരിശിന് മുമ്പ് തൊട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കും. തോമാ ശ്ലീഹ സ്ഥാപിച്ച ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്ന പഴയ പള്ളിയുടെ തെക്ക് ഭാഗത്തു നിന്നുള്ള വിഷനാണ് നമ്മൾ ഈ കാണുന്നത്. ആ പഴമ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ മുഖവാരവും അടിത്തറയും എല്ലാം 1790 പണി ചെയ്യപ്പെട്ട പള്ളിയുടെ അടിത്തറയും മുഖവാരവും അൾത്താരയുമാണ്. അതിന് യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. നമുക്കവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും പഴയ പള്ളിയുടെ മേൽക്കൂര നിലനിന്നിരുന്ന സ്ഥലം അത്ര ഉയരത്തിലാണ് നിലനിന്നിരുന്നത്. അങ്ങേവശത്ത് കാണുന്ന അൾത്താരയാണ്.
പൗരസ്ത്യ ദർശനം അനുസരിച്ച് അൾത്താര എപ്പോഴും ദേവാലയത്തിൻ്റെ പ്രധാന ഭാഗത്ത് എപ്പോഴും ഉയർന്നു നിൽക്കണമെന്നുള്ളൊരു വിശ്വാസ പാരമ്പര്യമുണ്ട്. അതനുസരിച്ചാണ് അൾത്താര മറ്റു ഭാഗത്തു നിന്ന് ഉയർത്തി നിർത്തിയിരിക്കുന്നത്. എല്ലാ പഴയ പള്ളികളിലും അൾത്താരയുടെ ഭാഗം എപ്പോഴും ജനങ്ങൾ നിൽക്കുന്ന ആ ഭാഗത്തിൻ്റെ ഒന്നും മുകളിലായിട്ടായിരിക്കും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അൾത്താര അങ്ങനെ സൂക്ഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ കാണുന്ന ദേവാലയം 2002 പുനർനവീകരിക്കപ്പെട്ടതാണ്. പക്ഷേ പഴയ പള്ളിയുടെ പൂർത്തീകരണം മാത്രമേ ഉള്ളൂ. അടിത്തറയോ ഭിത്തിയൊന്നും പൊളിച്ചിട്ടില്ലായിരുന്നു. മേൽക്കൂര ഇടിഞ്ഞത് കൊണ്ടാണ് അത് മാറ്റിക്കളഞ്ഞത്. പിന്നീട് അത് നവീകരിച്ച് ഈ സ്ഥിതിയിൽ തന്നെ സൂക്ഷിക്കപ്പെടുകയാണ്. കരിങ്കല്ലിൽ കൊത്തിയ വിളക്കുകളാണ് പള്ളിയുടെ ചുറ്റും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, അല്ലെ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാന തിരുനാളുകളുടെ ദിവസം ഇതിൽ എണ്ണയൊഴിച്ച് തിരിതെളിച്ച് ദീപാലങ്കാരം നടത്തുന്ന ഒരു പതിവുണ്ട്. പ്രധാന തിരുനാളുകളിൽ മാത്രമാണ് ഇതിൽ തിരികൾ തെളിക്കുന്നത്. ചരിത്രം എഴുതി വച്ചിരിക്കുന്ന ശിലാഫലകമാണ് ഈ കാണുന്നത്. ഏതെല്ലാം കാലഘട്ടത്തിൽ ഈ പള്ളി പുതുക്കി പണിയപ്പെട്ടുവെന്ന് കൃത്യമായ രേഖകളോടുകൂടി എഴുതി വച്ചിരിക്കുന്ന ശിലാഫലകമാണിത്. AD 52 മാർത്തോമാ ശ്ലീഹ ആദ്യത്തെ ദേവാലയം സ്ഥാപിച്ചു. രണ്ടാമത്തെ ദേവാലയം 9-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ടു. മൂന്നാമത്തെ ദേവാലയം 1308 സ്ഥാപിച്ചു. നാലാമത്തെ ദേവാലയം 1790 സ്ഥാപിച്ചു. വലിയ പള്ളി 1938, 1964 പഴയ പള്ളിയുടെ മേൽക്കൂര കേടുവന്നതുകൊണ്ട് പൊളിക്കപ്പെട്ടു. ഭാഗ്യമായിട്ട് പൊളിച്ചു. 2002 ഇപ്പോൾ കാണുന്ന ദേവാലയം നവീകരണ രീതി പണി പൂർത്തിയും കാണുന്ന സ്ട്രക്ചർ 2002 കാണുന്ന പണി ചെയ്യപ്പെട്ട സ്ട്രക്ചറാണ്. എന്നാൽ അടിത്തറയും മുഖവാരവും അൾത്താരയും 1790 പണി ചെയ്യപ്പെട്ടു. പഴയ പള്ളിയുടെ വടക്ക് ഭാഗത്തു നിന്നുള്ള ദർശനമാണ് നമ്മൾ ഈ കാണുന്നത്. അതും തെക്ക് ഭാഗം പോലെ തന്നെ സെയിം ആണത്. അവിടെയും കല്ല് വിളക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും മനോഹരമായി. ഈ കാണുന്നത് പുതിയ പള്ളിയുടെ തൂണുകൾക്ക് ഉപയോഗിച്ച കല്ലുകളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതേ ഉള്ളൂ. മനോഹരമായ ദൃശ്യം. ഈ പള്ളിയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇവിടെ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള ഫോട്ടോകളായിട്ട്. മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച കരിങ്കൽ കുരിശിൻ്റെ ഭാഗം, ഒപ്പം തന്നെ മാർത്തോമാ ശ്ലീഹ മാമോദിസ നൽകിയ തീർത്ഥക്കുളത്തിൻ്റെ ഭാഗത്തുള്ള സ്റ്റാച്ചു ആണത്. അൾത്താരയിൽ ആ കുരിശ് പ്രതിഷ്ഠിച്ചിരിക്കുന്ന അൾത്താരയാണത്. വലിയ പള്ളി, പഴയ പള്ളി, മാമോദിസ കുളം, പഴയ മതിൽ, പഴയ പള്ളിയുടെ ചുറ്റുമതിൽ, പഴയ പള്ളിയുടെ അൾത്താര. ഇവിടുത്തെ അത്ഭുത 2 രൂപങ്ങളാണ് മാർത്തോമാ ശ്ലീഹയുടെ രൂപവും പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപവും. 400 വർഷത്തിലധികം പഴക്കമുള്ളതാണ് ഈ രൂപങ്ങൾ. ഇത് മാർത്തോമാ ശ്ലീഹയുടെ അൾത്താര, വലിയ പള്ളിയിലെ അൾത്താര. ഇത് മാർത്തോമാ ശ്ലീഹയുടെ തിരുശേഷിപ്പ്, ഓർത്തോണയിൽ നിന്ന് കൊണ്ടുവന്ന തിരുശേഷിപ്പാണ് പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ കണ്ടതായ കുരിശുവരയാണ്. ഇവിടെ പണിതുകൊണ്ടിരിക്കുന്ന സാന്തോസ മ്യൂസിയത്തിൻ്റെ ഒരു സെക്ഷനാണിത്. പഴയ പള്ളിയുടെ ഉൾഭാഗം കാണിക്കുന്നു. സൂചിപ്പിച്ച ഫ്രാൻസിസ് റോസ് മെത്രാൻ്റെ കബറിടത്തിലെ ഇട്ടിരുന്ന കരിങ്കൽ ശിലാഫലകമാണ്. ഇതിനകത്ത് കൃത്യമായിട്ട് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കാം, വട്ടെഴുത്ത് കാണാൻ സാധിക്കും. മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തെ അനുസ്മരിപ്പിക്കുവാനായി പണിതീർക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രോട്ടോയാണിത്. വിശ്വാസ പ്രഖ്യാപന ഗ്രോട്ടോ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കാരണം ഉത്ഥാനത്തിന് ശേഷം ഈശോ തോമാ ശ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറയുന്ന ആ രംഗമാണ് ഇവിടെ ആവിഷ്കാരം ചെയ്തിട്ടുള്ളത്. നിൽക്കുന്ന മനോഹരമായ ഒരു അത്തിവൃക്ഷമാണ് ഈ കാണുന്നത്. സുവിശേഷത്തിൽ നമ്മൾ അത്തിവൃക്ഷത്തെക്കുറിച്ചൊരു പരാമർശനം കാണുന്നുണ്ട്. കാരണം ഈശോയ്ക്ക് വിശന്നപ്പോൾ അത്തിമരത്തിൻ്റെ അടുത്ത് നിന്നും ഫലങ്ങൾ കാണാതെ എന്നെ ശപിച്ചുവെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് അത്തിവൃക്ഷത്തിൻ്റെ ഫലങ്ങളാണ്, പഴമാണ് ഈ കാണുന്നത്. കുലച്ചു നിൽക്കുന്ന അത്തിപ്പഴങ്ങളാണിത്. മനോഹരമായ അത്തിവൃക്ഷം നമ്മളെപ്പോഴും ആ സുവിശേഷ സംഭവത്തെ ഓർമ്മപ്പെടുത്താൻ സഹായിക്കും.